സാലസാറായാലും അദ്ദേഹത്തിന്റെ സുഹൃത്തൻ കല്യാണി സാറായ പ്രൊഫസർ ആനന്ദി ഇവരേവരും എൻ്റെ ഗുരുനാഥന്മാർ. ആര് പഠിപ്പിച്ച പാഠങ്ങൾ നന്നായി പഠിച്ചു എന്നതിന് തെളിവാണ് ഇന്ന് ഗുരുദക്ഷിണയായിട്ട് ഇവിടെ സമർപ്പിക്കുന്ന ഈ 9 ഗ്രന്ഥങ്ങൾ. ഇവയൊക്കെ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ എഴുതിയവയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ എഴുതിയവയാണ്. ചിലങ്ങൾ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ തിരക്കിനിടയിൽ നിങ്ങൾ ഇത്രയൊക്കെ ചെയ്യുന്നത്? അവരോട് ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാമെന്ന് എനിക്കറിയില്ല. ഓരോരുത്തർക്കും ഓരോ രസങ്ങളാണ്. തെരഞ്ഞെടുപ്പ് വന്നു, രാഷ്ട്രീയ പ്രവർത്തകരുടെ തിരക്കിലെങ്കിൽ രാഷ്ട്രീയക്കാരെല്ലാത്തവർക്ക് എന്ത് ഭാഗം വിളിച്ചിരിക്കുന്നതെന്ന് ആലോചിച്ചു. എനിക്ക് ഈ വായനയും പഠനമൊക്കെ രസമാണ്, ഒരു ഭാരമൊന്നും. അത് കൂടുതൽ പ്രയാസപ്പെട്ട് ചെയ്യേണ്ടി വന്നത് അത്രയും ഉറക്കം ചെയ്യേണ്ടി വന്നത് അതൊക്കെ ഒരു ഹരമാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ എഴുത്തും പഠനയൊക്കെ വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു അനുഭവം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തുകൊണ്ടാണത് ഇവിടെ പ്രകാശിപ്പിക്കുകയും ചെയ്യാൻ പോകുന്നത്? കാരണം തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദായത്തിന്റെയും ജാതിയുടെയും അല്ലെങ്കിൽ പ്രാദേശിക വികാരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വോട്ടുകൾ ചാക്കിടുന്ന ഒരു ഏർപ്പാട്. രാഷ്ട്രീയ നിലപാടുകൾ, സാമൂഹ്യ നിലപാടുകൾ, സാമ്പത്തിക നിലപാടുകൾ അവ ജനങ്ങളുടെ മുന്നിൽ വെക്കാം. അത് സംബന്ധിച്ച് ജനങ്ങളെ പഠിപ്പിക്കുക, സംവാദം നടത്താം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളുടെ അഭിപ്രായത്തെ സ്വാധീനിച്ചുകൊണ്ട് അവരുടെ പിന്തുണ നേടാൻ ശ്രമിക്കുക. അത്തരത്തിലുള്ള വലിയ രാഷ്ട്രീയ സംവാദമായിട്ട് ഒരു തെരഞ്ഞെടുപ്പും മാറുന്നുണ്ട്. അതുകൊണ്ട് എന്റെ നിലപാടുകൾ വിവിധ മേഖലകളെ കുറിച്ചുള്ളത് ഈ 9 പുസ്തകങ്ങളിൽ ഉൾക്കൊള്ളിച്ചു. ഈ ഗ്രന്ഥങ്ങൾ ഈ മണ്ഡലത്തിലെ വീട് തോറും കയറി ഇറങ്ങി വിൽക്കുന്നതിന് എന്റെ സുഹൃത്തുക്കളൊക്കെ ഞാൻ ക്ഷണിക്കും. അക്ഷരിക്കാശെങ്കിലും അവർ പ്രസാദം കൊടുക്കണം. എത്ര വിറ്റു എന്നുള്ളത് മാത്രമല്ല, ആ പുസ്തകങ്ങളെ പരിചയപ്പെടും. അതിലൂടെ എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നിലപാട് എന്നുള്ളത് വ്യക്തതയുണ്ടാക്കി കൊടുക്കുക. ഇത്തരത്തിലുള്ള വലിയൊരു ആശയ സംവാദ വേദിയായിട്ട് ഇനിയുള്ളൊരു മാസത്തെ മാറ്റുന്നതിന് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. ഇവിടെ പുതിയ പുസ്തകം പ്രകാശനം ചെയ്തിട്ടുണ്ട്. പാത്തുമ്മയുടെ ആടും 6 ബഡ്ജറ്റ്. എന്റെ 6 ബഡ്ജറ്റ് പ്രസംഗങ്ങളുടെ ചില പ്രത്യേക ഭാഗങ്ങൾ എടുത്തു ചേർത്താണ് ആ ഗ്രന്ഥം തയ്യാറാക്കിയത്. അതിൽ പാത്തുമ്മയുടെ ആട് ഇവിടെ കിടന്നത്. ഇന്നിപ്പോ കല്യാണി സാർ പറഞ്ഞു പെൻഷൻകാർക്കൊന്നും പ്രയാസമില്ല, കൃത്യം മാസം പെൻഷൻ കിട്ടുന്നത് മാത്രമല്ല കേന്ദ്ര സർക്കാർ എപ്പോ DA പ്രഖ്യാപിച്ച അപ്പൊ അവര് അന്നുപോലെ ഒട്ടു കിട്ടും. മറ്റതങ്ങനെയല്ല, കിട്ടത്തില്ല. ആ സ്ഥിതി മാറ്റി. പക്ഷേ ഭരണം തുടങ്ങിയപ്പോൾ ഇതായിരുന്നില്ല നില. എല്ലാ മേഖലയിലും കുടിശ്ശികകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ. അതുകൊണ്ട് കർക്കശമായ നിലപാട് ആദ്യത്തെ 2 വർഷം എടുക്കേണ്ടി വരും. ചില കോൺഗ്രസ് എംഎൽഎമാർ പറഞ്ഞു നിങ്ങൾ പക്കത്തൊക്കെ കഷ്ടമാണല്ലോ. പക്കം ഭയങ്കര കർക്കശക്കാരനാണ്.
ബഡ്ജറ്റിൽ എഴുതി വെച്ചിരിക്കുന്ന അപ്പോൾ ഒരു പൈസ ചെലവാക്കാൻ വേണ്ടിയില്ല. അദ്ദേഹത്തിന്റെ ഈ ശാഠ്യം വളരെ കുപ്രസിദ്ധമാണ്. ഞാൻ അദ്ദേഹത്തെക്കാൾ കർക്കശക്കാരനാണെന്നാണ് കോൺഗ്രസ്സുകാർ സുഹൃത്തുക്കൾ. അപ്പോ എന്റെ മൂന്നാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോ ഇതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് ഇങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത്, ഇത് മാറ്റണം, ആ സംശയം മാറ്റണമെങ്കിൽ വരുമാനം കൂടുതലുണ്ടാക്കണം. അതിനുവേണ്ടിയുള്ള പ്രയത്നത്തിന് സ്വന്തം സമയമുണ്ട്. കാര്യങ്ങൾ ചിട്ടപ്പെടും. ഇരിക്കുന്നതിന് മുമ്പ് കാലം നിൽക്കും. ഇപ്പൊ 1-2 വർഷം സമയം വേണം. അത് കഴിഞ്ഞാൽ ഗിയർ മാറ്റിയാൽ സംശയം വേണ്ട. ആ കാലത്തെ കുറിച്ചാണ്, പുതിയ കാലത്തെ കുറിച്ചാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ അത് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് എനിക്ക് വേണമെങ്കിൽ ലയണൽ റോബിൻസിന്റെ എന്താണ് എക്കണോമിക്സ് എന്ന നിർവചനമെടുത്ത് വിശദീകരിക്കാം. സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് സ്കേഴ്സിറ്റി. മനുഷ്യന്റെ അനന്തമായ ആഗ്രഹങ്ങളും അവ കൈവരിക്കുന്നതിന്റെ പരിമിതമായ മാർഗങ്ങളും. ഇതാണ് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിത്തറ എന്നൊക്കെ വളരെ ഗഹനമായ ഭാഷയിൽ പറയാൻ പറ്റും. പക്ഷെ മനുഷ്യന്മാർക്കും മനസ്സിലാവില്ല. അപ്പോഴാണ് ബഷീറിന്റെ ഈ നോവല് ഓർമ്മ തോന്നി. ഞാൻ പ്രസക്ത ഭാഗം വായിക്കും. ബഷീറിന്റെ ജന്മശതാബ്ദിയെ അവതരിപ്പിക്കുന്ന ഈ ബഡ്ജറ്റ്, ബഷീറിനെ വേളയിൽ അവതരിപ്പിക്കുന്ന ഈ ബഡ്ജറ്റ് ബഷീറിനെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കട്ടെ. പാത്തുമ്മയുടെ ആടിനെ ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ ബഷീറിന്റെ പണത്തിനായി എല്ലാവരും ഉറ്റുനോക്കുന്ന അവസ്ഥ. എല്ലാവർക്കും വേണ്ട നൽകണമെന്ന് ബഷീറിനുണ്ട്. പക്ഷെ അതിനുള്ള പണം ഇല്ലെന്ന് മാത്രം. ബഷീറിന്റെ ഉമ്മയ്ക്ക് ബഷീറിനോട് എപ്പോഴും പറയാനുള്ളതാണ്, നിനക്ക് അങ്ങനെയൊക്കെ പറയാം, ഒറ്റത്തടി നൂറ്റാണ്ടുകാര് നീ കുറച്ച് ഞാൻ 10 രൂപയെങ്കിലും എടുക്കാം. അബ്ദുൽക്കാർ അറിയണ്ട, ഹനീഫ് അറിയരുത്, ഹനുമയും പാത്തുമ്മയും അറിയരുത്. ബഷീറിന്റെ മറുപടി, ഞാൻ വന്നതിന് ശേഷം നിങ്ങൾക്ക് എത്ര വന്നിട്ടുണ്ട്? ഈ വീട്ടിൽ തന്നെ നിങ്ങൾ എത്ര രൂപ വാങ്ങിയിട്ടുണ്ട്? ഞാൻ ഉമ്മയോട് രഹസ്യം പറയാം, എന്റെ മക്കൾ ആകെ കുഴിഞ്ഞ് 5 രൂപ, ഒരു ദമ്പടി കാശ് ഉമ്മോടെ അണിഞ്ഞെടുക്കാം. ബഷീറിന്റെ നൂറിലൂടെ മണിയോടെ പോസ്റ്റിന് വരുന്ന രംഗമുണ്ട്. പണം എത്തുന്നതിന് മുമ്പ് തന്നെ കൃത്യമായി വീതം വെച്ച് കഴിഞ്ഞിരുന്നു. ഉള്ള പണം ഓരോരുത്തരെയും ആവശ്യങ്ങൾക്ക് ആലോചിച്ചും നിർബന്ധത്തോടും നൽകുന്നതാണ് പാത്തുമ്മയുടെ ആടിന്റെ സാമ്പത്തിക ശാസ്ത്രം. അവിടെ ഇല്ലായ്മയുണ്ട്, സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ശബ്ദം കേൾക്കാറുണ്ട്. ബഷീർ തന്നെ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട്, പക്ഷെ എല്ലാം അതിരുകൾ കൊള്ളും. പാത്തുമ്മയുടെ ആട് തലയോരപ്പറമ്പിലെ ഒരു കൊച്ചു വീട്ടിൽ നടന്ന സംഭവങ്ങളുടെ വിവരണം മാത്രമാണ്. ഉള്ളത് കുറവും വേണ്ടത് ഏറെയുമായിരിക്കുന്ന അവസ്ഥയിൽ, തീരുമാനത്തിന്റെയും തെരഞ്ഞെടുപ്പിന്റെയും പൊതു അവസ്ഥയിൽ നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി പാത്തുമ്മയുടെ ആട് വായിക്കുമ്പോൾ നിലനിർത്തി പോകും. ഏതായാലും കാര്യങ്ങൾ മെച്ചപ്പെട്ടു എന്ന് പറഞ്ഞ് മെച്ചപ്പെടുമെന്ന് പറഞ്ഞ അവസ്ഥ എല്ലാവർക്കും മനസ്സിലായത്. ശൂന്യൊക്കെ ഒരാളുകൾക്ക്, എന്നാലും വീടിന്റെ സ്നേഹത്തിന്റെ അതിർത്തിക്കുള്ളിലാണ് നടക്കുന്നത്. അതുപോലെ ഉള്ള 2 വർഷം അതിന്നിപ്പം നമ്മുടെ വരുമാനം നന്നായിട്ട് ഉയർന്നു. ഞാൻ ഇന്നലെ കോട്ടയത്ത് പ്രസംഗിച്ചത് പത്രത്തില് വലിയ വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ തിരുവരുടെ അരി കൊടുക്കാനായിട്ട് പണം എവിടെയെന്നാണ് ചോദിക്കുന്നത്. ബഡ്ജറ്റിൽ പണം വെച്ചിട്ടുണ്ട്. എന്തൊരു കഷ്ടമാണ്. എന്റെ പ്രശ്നം എന്താണെന്നറിയാം, ഇന്നിപ്പോ 5000 കോടി രൂപ ട്രഷറി കിടക്കുന്നത് കാശായിട്ട്. ഇനിയിപ്പോ 5 ദിവസം കൂടി ഇതെങ്ങനെ ചെലവാക്കി. അതുകൊണ്ട് ഞാൻ വന്നപ്പോഴുള്ള അവസ്ഥയായിരിക്കില്ല പോകുമ്പോഴുള്ള അവസ്ഥ. പുതിയ സർക്കാർ ഏതായാലും 2000-ലും 3000-ലും കോടി ബാക്കിയുണ്ട്. പക്ഷെ അങ്ങ് കൂടി ഇരിക്കാനൊന്നും പോകില്ല. പണിയുന്ന റോഡിന്റെയൊക്കെ ബില്ല് വരുമ്പോൾ അങ്ങ് പോകും. ഇത്രയും സമാഹരിച്ച് വെച്ചെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മഴ വരുമെന്ന് കരുതിയില്ല. മഴ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മുടെ റോഡൊക്കെ മാറിപ്പോയി. അപ്പൊ തെന്നമാരയൊക്കെ റോഡൊക്കെ നന്നായിട്ട് കിടക്കുക. എങ്കിലും കുറച്ച് റോഡുകളൊക്കെ ഇനിയും തീരാനുണ്ട്.
അപ്പൊ ഈ റോഡെല്ലാം ചേർന്ന് ബില്ല് വന്നു കഴിഞ്ഞാൽ മാസത്തിൽ പ്രയാസം ഉണ്ടാകുന്നത് കണ്ടിട്ടാണ് കഴിഞ്ഞ വർഷം മുതല് ഓരോ ഉപായത്തിൽ പണമൊക്കെ ഉണ്ടാക്കി സൂക്ഷിച്ചു വെച്ചത്. റോഡ് പണി ഇനി ഏപ്രിൽ മെയ്യിലെ തീരത്തുള്ളൂല്ല, ചൂടാകുമ്പോ വരും, ഈ പണം പോകും. പക്ഷേ നമുക്ക് നമ്മുടെ നാടിന് വേണ്ടി വികസന പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ പറ്റും. പണം കണ്ടെത്തിയത് കേരളത്തിലെ റോഡുകൾ ഇങ്ങനെ കിടക്കാൻ പറ്റും. നമ്മുടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് കിടക്കുന്ന രീതിയുണ്ട്, അതല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ തീരദേശ റോഡ്, അതുപോലെയാവുന്ന നല്ല റോഡ്. എന്താ മലയിട്ടത്തെ റോഡുകളൊക്കെ വളരെ പൊളിഞ്ഞു പോകുന്നത്? നമ്മുടെ ട്രെയിലർ വണ്ടികളെ താങ്ങാനുള്ള കരുത്ത് ഈ റോഡുകൾക്കില്ല. ആദ്യം ഗ്രാവൽ റോഡ്, പിന്നെ മെറ്റൽ തിരിക്കും, പിന്നെ ഒരു ടാറ് കിട്ടും, അത് തന്നെ റോഡ്. അങ്ങനെ ആ റോഡിന് മുകളിൽ കൂടി ട്രെയിലർ ഓടില്ല, റോഡ് പൊളിഞ്ഞു പോകും. മഴക്കാലം ഒക്കെ കുറവാകും. അത് മാറണമെങ്കിൽ എന്ത് വേണം? ഓരോ പ്രദേശത്തിന്റെയും മണ്ണിന്റെ സ്വഭാവം എല്ലാം കണക്കിലെടുത്ത് കനത്തിൽ റോഡ് പണിയണം. ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ പണിയുന്ന റോഡ് പണിയാൻ കിലോമീറ്ററിന് ഒരു 8, 10, 12 ലക്ഷം രൂപ. ഞാൻ പറഞ്ഞ പോലെ റോഡ് പണിയുന്നത് കിലോമീറ്ററിന് 6, 8 കോടി രൂപ. ചെറിയ വ്യത്യാസം. പക്ഷെ കേരളത്തിലെ റോഡുകൾ നന്നാവണം, ചേർത്തലയെ പോലെ കൂടുതൽ ഇൻഫോ പാർക്കുകൾ വേണം, നമ്മുടെ ആലപ്പുഴ തുറവം മെച്ചപ്പെടണം, ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വേണം. അതിന് പണം ഉണ്ടോ ഇല്ലേ നോക്കി പണം ഉണ്ടാക്കണം. പണം ഉണ്ടാക്കിയേ തീരൂ. എന്തുകൊണ്ടാണ്? ഇത് വിളിക്കുന്ന യുവതി യുവാക്കൾ, അവരൊക്കെ കോളേജൊക്കെ പഠിച്ചിട്ടുള്ള കുട്ടികളൊക്കെ, അവർക്ക് പരമ്പരാഗതമായിട്ടുള്ള കയറുകയും പോരുന്നത് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഉദ്യോഗം വേണം. അത് നൽകാൻ കേരളത്തിൽ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചപ്പെടണം. ആ മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പുതിയ ഇൻഫോ പാർക്കിൽ പുതിയ വ്യവസായികൾ വരും, അവിടെ കൂടുതൽ പണി കിട്ടും, കൂടുതൽ റിസോർട്ടുകൾ വരും, അവിടെ പണിയുണ്ടാവും. അതുകൊണ്ട് നമുക്കിത് മാറ്റിവെക്കാൻ പറ്റുന്നതല്ല. കേരളത്തിന് ഒരു വഴിയുണ്ടാക്കിയേ തീരൂ. കേരളത്തിലെ മുഴുവൻ റോഡുകളും പുനരുദ്ധരിക്കുന്ന 5 വർഷം കൊണ്ട് നമുക്ക് അനുവാദം നൽകണം. 40,000 കോടി രൂപ. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു മാസം മുമ്പ് കേന്ദ്രത്തിന് ഒരു കത്ത്. കത്തിലെന്താ പറയുന്നതെന്ന് അറിയാമോ? ഈ വർഷം 10,000 കോടിയാ വായ്പ എടുക്കാൻ അനുവദിച്ചിട്ടുള്ളൂ. കത്തി പറയുന്നത് നിങ്ങൾ 10,000 കോടി എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞ മാനദണ്ഡം നിങ്ങൾ പാലിക്കുമെന്ന് ഉറപ്പുവരുത്തണം. എന്താ മാനദണ്ഡം? 10,000 കോടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിലെ വരുമാനത്തിലെ 3% കൂടുതൽ വായ്പ എടുക്കാൻ പാടുന്ന നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിനൊക്കെ നമുക്ക് 3% പോരാ, നമുക്ക് 40,000 കോടി വരും. എങ്കിലും അങ്ങനെ ഒരു നിയമം ഇപ്പൊ കേന്ദ്ര സർക്കാർ വേണമെന്ന് പറയാം. 3% 10,000 കോടി. പക്ഷെ അത് മാത്രം പോരാ. അങ്ങനെ വായ്പ എടുക്കുമ്പോൾ നമ്മുടെ മൊത്തം കടം അത് 49,000 കോടിയുണ്ട്. അത് നമ്മുടെ സംസ്ഥാന വരുമാനത്തിന്റെ 25% കൂടാൻ പാടുള്ളൂ. പക്ഷെ കടമെടുത്തിട്ട് പഴയ കടം വീട്ടാൻ ഉപയോഗിക്കണം. 3 വർഷത്തെ സാവകാശം നടത്തും. കേരളത്തിന്റെ വികസന പ്രതീക്ഷകൾക്ക് അടക്കൽ കത്തിവെക്കുന്ന സമീപനമാണ്, ധനനയങ്ങളാണ് സംസ്ഥാനത്തിന്റെ മേല് കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ്